നമസ്കാരം. നമ്മുടെ പച്ചക്കറി വിളകളിൽ വിലയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഏറ്റക്കുറച്ചിലിന് വിധേയമാകുന്ന ഒന്നാണ് തക്കാളി. ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഭീകരമായ ഒരു അനുഭവം നമുക്കുണ്ടായി. തക്കാളി പഴമാണോ പച്ചക്കറിയാണോ എന്നതിനെക്കുറിച്ച് പണ്ട് അമേരിക്കയിൽ തർക്കമുണ്ടായി. 1893 നിക്സ് കുടുംബം ഇറക്കുമതി ചെയ്ത തക്കാളിക്ക് ന്യൂയോർക്ക് തുറമുഖത്തിലെ നികുതി പിരിവുകാരനായ എഡ്വാർഡ് ഹഡൻ നികുതി പിരിച്ചതിനെതിരെ അമേരിക്കൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. തക്കാളി പഴമായതിനാൽ നികുതി ഒഴിവാക്കണം എന്നതായിരുന്നു നിക്സ് കുടുംബത്തിൻ്റെ വാദം. അക്കാലത്ത് ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങൾക്ക് നികുതിയില്ലായിരുന്നു. കോടതി രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ടതിനു ശേഷം തക്കാളി പച്ചക്കറി തന്നെ എന്ന് വിധിച്ചു. നികുതി വെട്ടിക്കാനുള്ള നിക്സ് കുടുംബത്തിൻ്റെ ശ്രമം തടഞ്ഞു. ഒരു മരം നമുക്ക് 5-6 കൊല്ലം തക്കാളി തന്നാൽ എങ്ങനെയിരിക്കും? അതാണ് മരത്തക്കാളി, ഹൈ റേഞ്ചുകാരുടെ പ്രിയൻ. ഇംഗ്ലീഷിൽ ടമാറില്ലോ എന്നാണ് ഇതിനെ പറയുന്നത്. നന്നായി പരിചരിച്ചാൽ ഒരു മരത്തിൽ നിന്നും ഒരു കൊല്ലം 30 കിലോ വരെ തക്കാളി കിട്ടും. സമുദ്ര നിരപ്പിൽ നിന്നും 365 മീറ്റർ മുതൽ 2200 മീറ്റർ വരെ ഉയരത്തിലുള്ള ഇടങ്ങളിൽ നന്നായി വളരുന്നു മരത്തക്കാളി. നല്ല നീർവാർച്ചയുള്ള, ഇളക്കമുള്ള, നല്ല ജൈവാംശമുള്ള മണ്ണിൽ ഇത് നന്നായി വളരും. 10 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെയുള്ള താപനിലയും വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. കുരു മുളപ്പിച്ചും വേര് പിടിപ്പിച്ച കമ്പുകളും നടീലിനായി ഉപയോഗിക്കാം. തൈകൾ നട്ട് നന്നായി പരിപാലിച്ചാൽ 8 മാസമാകുമ്പോഴേക്കും കായകൾ പിടിക്കാൻ തുടങ്ങും. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ പെറു, ബൊളീവിയ, ചിലി, ഇക്വഡോർ എന്നിവിടങ്ങളിലും ന്യൂസിലൻഡിലും വാണിജ്യാടിസ്ഥാനത്തിൽ മരത്തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഊട്ടി, കൊടൈക്കനാൽ, നാഗാലാൻഡ്, ആസാം, കേരളത്തിലെ കാന്തല്ലൂർ, വട്ടവട എന്നിവിടങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. തക്കാളി ഉപയോഗിക്കുന്നത് പോലെയുള്ള എല്ലാ ആവശ്യങ്ങളും അതിനപ്പുറവും നിറവേറ്റാൻ ഇതിന് കഴിയും. കറികളിൽ തക്കാളിക്ക് പകരം ഉപയോഗിക്കാം. ഇതിൻ്റെ കാമ്പിൽ പാലും അല്പം പഞ്ചസാരയും ഉപയോഗിച്ച് ജ്യൂസ് അടിച്ച് തണുപ്പിച്ചതിനോട് കിടപിടിക്കാൻ ഷാർജ ജ്യൂസിനും കഴിയില്ല. ജാം ഉണ്ടാക്കാൻ സൂപ്പറാണ്. മുളക് ചേർത്ത് ചട്നി ഉണ്ടാക്കാനും കൊള്ളാം. തൊലിക്ക് അല്പം കയ്പുണ്ട്, പക്ഷേ തൊലി അടക്കം കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യകരം. തിളച്ച വെള്ളം അല്പം കായയുടെ പുറത്തൊഴിച്ച് 3-4 മിനിറ്റ് കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ തൊലി ഇളക്കി മാറ്റാം. ഇനി എങ്ങനെയൊക്കെയാണ് ഇവൻ നമ്മുടെ സാധാരണ തക്കാളി തോൽപ്പിക്കുന്നത് എന്ന് നോക്കാം. മരത്തക്കാളി ജ്യൂസ് ഒരു നല്ല വിഷഹാരിയാണ്. മൂത്രം വേഗത്തിൽ പുറത്തു കളയാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ ശരീരത്തിലെ വിഷാംശം, പ്രത്യേകിച്ചും യൂറിക് ആസിഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. തൊലിയിൽ വലിയ അളവിലെ പെക്റ്റിനും നാരുകളും ഉള്ളതിനാൽ സുഖഭേദി സമ്മാനിക്കുന്നു. ക്ലോറോജനിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നു. പൊട്ടാസ്യത്തിൻ്റെ ധാരാളിത്തം ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ഉയർന്ന അളവിലുള്ള മഗ്നീഷ്യം ഹൃദയധമനികളെ കാക്കുന്നു. നാരുകളുടെ നിറകലാപം ചീത്ത കൊളസ്ട്രോളിനെ മെരുകുന്നു. കൂടിയ അളവിൽ വിറ്റാമിൻ സിയും ഫോളേറ്റും ഉള്ളതിനാൽ രോഗപ്രതിരോധശേഷി കൂട്ടുന്നു. വിറ്റാമിൻ എയുടെ സമ്പാദ്യത്താൽ അനീമിയ തടയുന്നു. ചെമ്പിൻ്റെ സാന്നിധ്യം അലർജികളിൽ നിന്ന് രക്ഷിക്കുന്നു. കലോറി മൂല്യം കുറഞ്ഞ പഴമാകയാൽ പൊണ്ണത്തടി കുറയ്ക്കുന്നു. അങ്ങനെ പോകുന്നു ഈ വാഴ്ത്തപ്പെട്ടവൻ്റെ ഗുണമാഹാത്മ്യങ്ങൾ.